അപ്പൊ നോക്കാം. അപ്പൊ നമ്മള് 3 കൺസെപ്റ്റുകൾ പറഞ്ഞു. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് അവശേഷിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞ 3 കൺസെപ്റ്റുകളും നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അതെന്തൊന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കൺസെപ്റ്റ് എന്തായിരുന്നു? ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസ് സെയിം ആയിരിക്കണം. അതുപോലെ തന്നെ ബേസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ ഉണ്ടാവണം. ഈ 2 ലൈൻസിന്റെ ഇടയിൽ ബേസ് സെയിം ആയിക്കൊണ്ട് വരയ്ക്കുന്ന ഏത് ട്രയാങ്കിളും എല്ലാ ട്രയാങ്കിൾസിന്റെയും ഏരിയ ഈക്വൽ ആണ്. അതാണ് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് കൺസെപ്റ്റ് അല്ലേ? എങ്ങനെയായിരുന്നു? ബേസ് സെയിം ആയിരിക്കണം, ബേസിനോട് പാരലൽ ആയിട്ട് ലൈൻ ഉണ്ടാവണം. ഈ ലൈനിലായിരിക്കണം ഈ ബേസിൽ നിന്ന് വരയ്ക്കുന്ന ട്രയാങ്കിൾസിന്റെ 3ാമത്തെ വെർട്ടിസസ്. അതായത് ഇങ്ങനെ ട്രയാങ്കിൾ വരച്ചു, ഇതാ എ ബി ബേസ് ആണ് സി. ഈ ട്രയാങ്കിളിന്റെ ഏരിയ തന്നെ ആയിരിക്കും ഇങ്ങനെ ട്രയാങ്കിൾ വരച്ചാലും, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചാലും, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചാലും എല്ലാത്തിന്റെയും ഏരിയ ഈക്വൽ ആയിരിക്കും എന്നാണ് ഫസ്റ്റ് നമ്മളെ കൺസെപ്റ്റ് പറഞ്ഞത്. ഇതെല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി സെക്കൻഡ് കൺസെപ്റ്റ് നോക്കാം. നമ്മളൊന്നുകൂടി റിവൈസ് ചെയ്യണം, കാരണം ഇതൊക്കെ വെച്ച് നമുക്ക് പ്രോബ്ലംസ് ചെയ്യണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ല, സെക്കൻഡ് കൺസെപ്റ്റ് എന്തായിരുന്നു? നമ്മളൊരു ട്രയാങ്കിൾ ഉണ്ട്. നമ്മൾ ആ ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു വെർട്ടിസസിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ലൈൻ വരച്ചു. എങ്ങനെ ഒരു ലൈൻ വരച്ചു? ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. അപ്പൊ ഈ ലൈൻ ഏത് റേഷ്യോയിലാണോ ഈ ഓപ്പോസിറ്റ് സൈഡിനെ കട്ട് ചെയ്യുന്നത്, ഇപ്പൊ x⁻y എന്നുള്ള റേഷ്യോയിലാണ് ഇത് കട്ട് ചെയ്യുന്നതെങ്കിൽ ഈ 2 ട്രയാങ്കിൾസിന്റെ ഏരിയ, അതായത് ടോട്ടൽ ട്രയാങ്കിളിനെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് 2 ട്രയാങ്കിൾസ് ആക്കിയത്, അതിന്റെ ഏരിയയുടെ റേഷ്യോ x⁻y എന്നുള്ള റേഷ്യോയിലായിരിക്കും. റേഷ്യോ എന്താ പറഞ്ഞേ? എക്സും വൈയും ആണെന്നല്ല പറഞ്ഞേ. അതായത് ഇപ്പൊ ഇവിടെ കട്ട് ചെയ്യുന്നത് 1:2 എന്നുള്ള റേഷ്യോയിലാണെങ്കിൽ ഇതിന്റെ ഏരിയ 1 സെന്റിമീറ്റർ സ്ക്വയറും ഇതിന്റെ 2 സെന്റിമീറ്റർ സ്ക്വയറും ആണെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരിക്കലും വരില്ല. ഇതിന്റെ റേഷ്യോ ആണ്. ഇത് എങ്ങനെ വരാം? ചിലപ്പോ ഇത് 10ഉം 20ഉം വരാം. അപ്പൊ ഇവിടെ റേഷ്യോ എന്തായി? 10:20 എന്ന് പറഞ്ഞാൽ 1:2 തന്നെയല്ലേ? ഇനി എങ്ങനെ വരാം? 20:40 എന്ന് വരാം. അങ്ങനെ ഒന്നുകൂടെ അങ്ങനെ പറഞ്ഞാൽ എന്താ? 20:40 എന്ന് പറഞ്ഞാലും 1:2 എന്നല്ലേ? അങ്ങനെ വരാം. അല്ലാതെ ഈ റേഷ്യോ തന്നെ ഇവിടെ ഏരിയ ആയിട്ട് വരുന്നില്ല. ഓക്കെ, അതാണ് നമ്മുടെ സെക്കൻഡ് കൺസെപ്റ്റ് പറഞ്ഞത്. ഇനി തേർഡ് കൺസെപ്റ്റ് നോക്കാം. തേർഡ് കൺസെപ്റ്റ് എന്താ പറഞ്ഞത്? നമ്മൾ ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിന്റെ ഒരു വെർട്ടിസസിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അതായത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആ വെർട്ടിസസിന്റെ ആംഗിൾ ബൈസെക്ടർ, അതായത് ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ആ കോണിന്റെ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ആ കോൺ, ഇതിപ്പോ 90 ഡിഗ്രി കോണാണെങ്കിൽ 25 ആക്കി 2 പാർട്ടാക്കി ഈക്വൽ പാർട്സ് ആക്കി മുറിക്കുന്നു. സമഭാജി എന്നൊക്കെ പറയും അല്ലെ? ഓക്കെ, നമ്മളിങ്ങനെ വരച്ചു ആ ബൈസെക്ടർ. ഇതിപ്പോ ബൈസെക്ടർ ആണ്, ഇത് ഈക്വൽ ആണ്. ഇതിപ്പോ x ഡിഗ്രി ആണെങ്കിൽ ഇതും x ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെ വരച്ചാൽ ഈ ഓപ്പോസിറ്റ് സൈഡ്, അതായത് നമ്മളെ എ ബി എ കട്ട് ചെയ്യുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ 2 സൈഡ്സിന്റെ ലെങ്ത്തിന്റെ റേഷ്യോനോട് ഈക്വൽ ആയിരിക്കും. ഈ സൈഡ് y ആണ്, ഈ സൈഡ് z ആണ്. z സെന്റിമീറ്ററും y സെന്റിമീറ്ററും ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സൈഡിനെ, 3ാമത്തെ സൈഡിനെ, അതായത് നമ്മൾ ബൈസെക്ടർ വരച്ച ഓപ്പോസിറ്റ് സൈഡിനെ, അതിനെ കട്ട് ചെയ്യുന്ന റേഷ്യോ എന്ന് പറഞ്ഞാലും y⁻z ആയിരിക്കും. y⁻z ആണ്, y-ഉം z-ഉം ആണെന്നല്ല പറഞ്ഞത്. y⁻z എന്നുള്ള റേഷ്യോയിലായിരിക്കും. അതിപ്പോ ഇവിടെ 1 സെന്റിമീറ്ററും ഇവിടെ 2 സെന്റിമീറ്ററും ആണെങ്കിൽ എങ്ങനെ വരും? ഇവിടെ റേഷ്യോ 1:2 എന്നാ വരിക. ഇവിടെ ലെങ്ത് 1 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററും അല്ല, 1:2 എന്നുള്ള റേഷ്യോയിൽ വരും. അതെങ്ങനെ വരാം? ചിലപ്പോ 1:2 വരാം, അല്ലെങ്കിൽ എങ്ങനെ വരാം? 2:4 എന്ന് വരാം. കാരണം 2 സെന്റിമീറ്ററും ഇവിടെ 4 സെന്റിമീറ്ററും വരാം. റേഷ്യോ ആണ് മനസ്സിലാക്കുക. സെന്റിമീറ്റർ അല്ല, റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. ആ റേഷ്യോ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. നമ്മൾ അതേ ലെങ്ത് വരണമെന്ന് ചിലപ്പോൾ ചിലത് അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. പക്ഷെ അതേ ലെങ്ത് അല്ല, ആ റേഷ്യോയിലാണ് വരുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ 3 കൺസെപ്റ്റ് പറഞ്ഞു. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ നോക്കാം, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? In the picture below, 2 lines are drawn from the top vertex of a triangle in the bottom side. അതായത് ഒരു ട്രയാങ്കിളിന്റെ ടോപ്പ് വെർട്ടെക്സിൽ നിന്നും 2 ലൈൻസ് നമ്മൾ താഴത്തോട്ട് വരച്ചിട്ടുണ്ട്, ബേസിലോട്ട് വരച്ചിട്ടുണ്ട്. Prove that the ratio in which these lines divide the length of the bottom side is equal to the ratio of the areas of the 3 smaller triangle in the picture. അതായത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ പറഞ്ഞു മുകളിലത്തെ വെർട്ടിക്സിൽ നിന്ന് താഴത്തെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ബേസിലേക്ക്
രണ്ട് ലൈൻസ് വരച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ഈ ലൈന് ഏത് റേഷ്യോയിലാണോ കട്ട് ചെയ്യുന്നത് അതേ റേഷ്യോ തന്നെയാണ് നമ്മുടെ ഏരിയാസും കട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മൾ ഏത് കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക? നമ്മളെ ഫസ്റ്റ് കൺസെപ്റ്റ് അല്ലേ? ആണോ? ഫസ്റ്റ് കൺസെപ്റ്റ് ആണോ സെക്കൻഡ് കൺസെപ്റ്റ് ആണോ? സെക്കൻഡ് കൺസെപ്റ്റ് അല്ലേ? ഫസ്റ്റ് കൺസെപ്റ്റ് എന്താ? ഫസ്റ്റ് കൺസെപ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു ബേസും ലൈൻസിന്റെ ഇടയിലും ആണെങ്കിൽ ഏരിയ ഈക്വൽ ആണെന്ന് പറഞ്ഞു. അതല്ല, സെക്കൻഡ് കൺസെപ്റ്റ് ആണ് പറഞ്ഞത് ലൈന് ഡ്രോൺ ചെയ്യുമ്പോൾ ഏത് റേഷ്യോയിലാണോ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ കട്ട് ചെയ്യുന്നത് അതേ റേഷ്യോ തന്നെ ആയിരിക്കും അതിന്റെ ഏരിയകളും കട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നോക്കാം, നമ്മൾ ഇതിന്റെ പേര് കൊടുക്കാം. ABC പേര് കൊടുത്തു, ABC കൊടുത്തു. ഇതവിടെ ടച്ച് ചെയ്യുന്ന പോയിന്റ് D കൊടുത്തു, ഇവിടെ E കൊടുത്തു അല്ലേ? ഏത് നോക്കാം. ഇനി നമുക്ക് ഇതിന്റെ ലെങ്ത്, ടോട്ടൽ ലെങ്ത് ഒന്ന് അസ്യൂം ചെയ്യാം. ടോട്ടൽ ലെങ്ത് തന്നെ നമുക്കൊരു P എടുത്തു. ഓക്കെ, എയിൽ നിന്നും ഡിയിലേക്കുള്ള ലെങ്ത് എക്സ് ആയിട്ട് കൊടുത്തു, ഡിയിൽ നിന്നും ഇയിലേക്കുള്ള ലെങ്ത് വൈ ആയിട്ട് കൊടുത്തു, ഇയിൽ നിന്നും ബിയിലേക്കുള്ള ലെങ്ത് സെഡ് ആയിട്ട് കൊടുത്തു. അതായത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു എന്താണ്? പി ആണ്. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? ഓക്കെ, നമ്മൾ കൊടുത്തതാണ്. ഇനി നോക്കാം, നമുക്ക് കണ്ടുപിടിക്കണം ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ. ഹൈറ്റ് നമുക്ക് ഒരു ക്യൂ ആയിട്ട് എടുക്കാം. ഹൈറ്റ് ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണോ, അതായത് വെർട്ടെക്സിൽ നിന്നും ബേസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ക്യൂ. ഹൈറ്റ് നമ്മൾ ക്യൂ ആയിട്ട് എടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഈ മൂന്ന് ട്രയാങ്കിൾസിന്റെയും ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ ഓഫ് ഫസ്റ്റ് ട്രയാങ്കിൾ ഏതാ? ADC. ട്രയാങ്കിൾ ADC എന്ത് വരും? ട്രയാങ്കിൾ ADC ന്റെ ഏരിയ ഹാഫ് BH 1/2 ഇൻറ്റു ബേസ് എത്ര? എച്ച് അല്ലേ? ബേസിന്റെ ലെങ്ത് എച്ച് അല്ലേ? എച്ച് എത്ര? ക്യൂ അല്ലേ? ഇപ്പൊ എന്ത് വരും? HQ/2 വന്നു. ഇനി ഏരിയ ഓഫ് സെക്കൻഡ് ട്രയാങ്കിൾ ഏതാ? DEC. എന്ത് വന്നു? 1/2 ഇൻറ്റു ബേസ് എത്ര? y അല്ലേ? y. ഹൈറ്റ് എത്ര? Q. ഇപ്പൊ എന്ത് വന്നു? YQ/2 എന്ന് വന്നു അല്ലേ? ഇനി തേർഡ് ട്രയാങ്കിളിന്റെ ഏരിയ ഓഫ് ട്രയാങ്കിൾ EBC. ഏരിയ ഓഫ് ട്രയാങ്കിൾ EBC എന്ത് വന്നു? 1/2 ഇൻറ്റു ബേസ് എത്ര? ബേസ് Z അല്ലേ? Z ഇൻറ്റു ഹൈറ്റ് Q ആണ്. എന്ത് വന്നു? ZQ/2 എന്ന് വന്നു. അപ്പൊ മൂന്ന് ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടിയിട്ടുണ്ട്. നമുക്ക് സെന്റിമീറ്റർ സ്ക്വയർ കൊടുക്കാം. സെന്റിമീറ്റർ സ്ക്വയർ കുഴപ്പമില്ല, യൂണിറ്റ് കൊടുത്തു സെന്റിമീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ റേഷ്യോ എന്നാൽ ലെങ്ത് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ നമുക്കറിയാം x⁻⁻z ആണ്. അതേ റേഷ്യോ തന്നെയാണ് ഏരിയാസും ഡിവൈഡ് ചെയ്യണമെന്ന് നമുക്കറിയണം. അപ്പൊ അത് ഈ രണ്ടെണ്ണത്തിന്റെ റേഷ്യോ കിട്ടാം. ഈ രണ്ടെണ്ണത്തിന്റെ റേഷ്യോ പറഞ്ഞാൽ എന്ത് വരും? HQ/2 ഡിവൈഡഡ് ബൈ എന്ത് വന്നു? YQ/2. റേഷ്യോ എന്ന് പറഞ്ഞാൽ x⁻y എന്ന് പറഞ്ഞാൽ h/y എന്നാണ് മീനിങ്. അപ്പൊ ഇങ്ങനെ വന്നാൽ നമുക്ക് 2 കട്ട് ചെയ്ത് കളയാം. അപ്പൊ എന്ത് വന്നു? HQ/YQ എന്നായി. Q കോമൺ ആണ്, കട്ട് ചെയ്യാം. അപ്പൊ എന്തായി? h/y. അതായത് എന്താണ്? h⁻y. h⁻y എന്നുള്ള റേഷ്യോ ആണ്. ഇത് നമ്മൾ ഫസ്റ്റ് ഈ രണ്ട് ട്രയാങ്കിളാണ് എടുത്തത്. ഈ നമ്മൾ ഈ ട്രയാങ്കിളും എടുക്കും. അതായത് സെക്കൻഡ് ട്രയാങ്കിളും തേർഡ് ട്രയാങ്കിളും എടുക്കും. ഇപ്പൊ എന്താ വരിക? നമുക്ക് നോക്കാം എന്താ വരും. സെക്കൻഡ് ട്രയാങ്കിളും തേർഡ് ട്രയാങ്കിളും എടുത്താൽ എങ്ങനെ വരും? YQ/2 ഓൾ ഡിവൈഡഡ് ബൈ എന്ത് വന്നു? ZQ/2 അല്ലേ? നമുക്ക് 2 കട്ട് ചെയ്ത് കളയാം. പിന്നെ ബാക്കിയുള്ള YQ/ എന്താ വരിക? YQ/HQ. Q കട്ട് ചെയ്ത അപ്പൊ എന്താ വന്ന? സോറി, H അല്ല കേട്ടോ, Z ആണ്. അപ്പൊ എന്ത് വന്നു? Y⁻Z എന്ന് വന്നില്ലേ അല്ലേ? ഈ രണ്ട് ട്രയാങ്കിളിന്റെ റേഷ്യോ Y⁻Z എന്നല്ലേ ട്രയാങ്കിളിന്റെ ഏരിയയുടെ റേഷ്യോ. ഇപ്പൊ നോക്കിയാൽ ഫസ്റ്റ് രണ്ട് ട്രയാങ്കിളിന്റെ റേഷ്യോ ഏരിയയുടെ റേഷ്യോ x⁻y എന്ന് വന്നു. രണ്ടാമത്തേന്റെയും മൂന്നാമത്തേന്റെയും ഏരിയയുടെ റേഷ്യോ നമുക്ക് Y⁻Z എന്ന് വന്നു. അപ്പൊ നമുക്ക് കൂട്ടി എങ്ങനെ എഴുതാം? x⁻y⁻z എന്ന് എഴുതിക്കൂടെ? ഇത് ഏരിയയുടെ റേഷ്യോ ഇപ്പൊ നമ്മൾ ഈ കണ്ടുപിടിച്ചത്. ഇതേ റേഷ്യോ തന്നെയല്ലേ നമുക്ക് അവിടെ ലെങ്തിനെ കിട്ടിയിട്ടുള്ള x⁻y⁻z അല്ലേ? അപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ള ലെങ്ത്തിന്റെ അതേ റേഷ്യോ തന്നെയാണ് ഏരിയയും ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തത്.
ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തു അതിന്റെ കൂടി പറയാം. ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്തു, നെയിംസ് കൊടുത്തു, ABCD E വരെ കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഈ ലെങ്ത് അതായത് AD എന്നുള്ള ലെങ്ത് X എന്ന് കൊടുത്തു, DE എന്നുള്ള ലെങ്ത് Y എന്ന് കൊടുത്തു, EB എന്നുള്ള ലെങ്ത് Z എന്ന് കൊടുത്തു. ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ Q എന്ന് കൊടുത്തു. അതുപോലെ തന്നെ X + Y + Z = P എന്ന് കൊടുത്തു, ടോട്ടൽ ലെങ്ത് P എന്ന് കൊടുത്തു. ഇനി നമ്മൾ ചെയ്തു, നമുക്ക് അറിയാവുന്ന കാര്യമുണ്ട്, ഇതിന്റെ ലെങ്ത്തുകൾ ഡിവൈഡ് ചെയ്തിട്ടുള്ള റേഷ്യോ നമുക്കറിയാം, X⁻⁴Z ആണെന്ന് പറയാം. ഇനി നമ്മൾ ഏരിയകൾ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഏരിയാസ് കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഏരിയ, അതായത് നമ്മളിവിടെ കണ്ടുപിടിച്ചത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC എങ്ങനെ കണ്ടുപിടിക്കുക, ഹാഫ് BH വെച്ചിട്ട് 1/2 ഇൻറ്റു B എന്ന് പറഞ്ഞാൽ എത്ര, ബേസ് ലെങ്ത് ആണ് B എന്ന് പറഞ്ഞാൽ H ആണ് അല്ലെ. H എന്ന് പറഞ്ഞാൽ നമുക്കറിയാം Q ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തതാണ്. അപ്പൊ HQ അതായത് HQ/2 cm² വന്നു അല്ലെ. നമ്മൾ രണ്ടാമത്തെ ട്രയാങ്കിൾ ഏരിയ അതായത് DEC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എങ്ങനെ കണ്ടുപിടിച്ചത്, ഏരിയ ഓഫ് ട്രയാങ്കിൾ DEC ഹാഫ് BH വെച്ചത് 1/2 ഇൻറ്റു Y ഇൻറ്റു Q. Y എന്ന് പറഞ്ഞത് B ആണ്, Y ആണ് ഇവിടെ ബേസ് ലെങ്ത്, നമുക്ക് Y അല്ലേ വരിക, H എന്ന് പറഞ്ഞാൽ Q വരും. ഓക്കെ, അപ്പൊ നമുക്ക് YQ/2 എന്ന് വന്നു അല്ലെ. ഇനി തേർഡ് ട്രയാങ്കിൾ അതായത് മൂന്നാമത്തെ ട്രയാങ്കിളിലേക്ക് നമ്മൾ അതുപോലെ തന്നെ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ZQ/2 എന്ന് വന്നു. ഇനി എന്തൊക്കെ റേഷ്യോസ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിന്റെ ഫസ്റ്റ് ട്രയാങ്കിൾ സെക്കൻഡ് ട്രയാങ്കിളിന്റെ റേഷ്യോ എടുത്തു. അതാണ് ഇവിടെ കണ്ടത്. എങ്ങനെ എടുത്തു, എന്താ റേഷ്യോ എന്ന് പറഞ്ഞാൽ X⁻² എന്ന് പറഞ്ഞാൽ H/Y എന്നാണല്ലോ അതിന്റെ മീനിങ്. അപ്പൊ നമ്മൾ HQ/2 / YQ/2 ഏരിയയുടെ റേഷ്യോ. 2 ഉം 2 ഉം കോമൺ ആണ്, കട്ട് ചെയ്ത് കളയാം. ബാക്കി നമുക്ക് കിട്ടുന്ന HQ/YQ, Q ഉം Q കോമൺ ആണ്, അതും കട്ട് ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, H/Y അതായത് X⁻² എന്ന് കിട്ടി. ഇനി ഈ രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ ട്രയാങ്കിളിന്റെ റേഷ്യോ കണ്ടുവെച്ചിട്ടുണ്ട്, YQ/2 / ZQ/2 അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 2 ഉം 2 ഉം നമ്മൾ കട്ട് ചെയ്തു, പിന്നെന്താ YQ/ZQ എന്ന് വന്നു, Q ഉം Q നമ്മൾ കട്ട് ചെയ്തു, അപ്പൊ നമുക്ക് Y⁻Z എന്ന് വന്നു. അപ്പൊ ഇതിന്റെ റേഷ്യോ X⁻Y കിട്ടിയിട്ടുണ്ട്, ഇതിന്റെ രണ്ടിന്റെ റേഷ്യോ Y⁻Z കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൂട്ടി എങ്ങനെ എഴുതാം, X⁻Y⁻Z എന്ന് എഴുതാം, മൂന്നെണ്ണത്തിന്റെ ഏരിയയുടെ റേഷ്യോ അല്ലെ. അതന്നെയാണ് നമുക്ക് ഈ മൂന്ന് ട്രയാങ്കിളിന്റെയും ലെങ്ത്തിന്റെ റേഷ്യോ കിട്ടിയിട്ടുള്ളത് അല്ലെ. എവിടെ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, X⁻Y⁻Z അല്ലെ. അതിനാണ് നമുക്ക് ഏരിയയുടെ ലെങ്ത് കിട്ടിയത്, അതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പ്രൂവ് ചെയ്യാൻ അല്ലെ. ഓക്കെ അല്ലേ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക്